അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ റേഷൻ കടയിലത്തെ അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ, അല്ലാതെ പച്ചരിയല്ല, പുഴുങ്ങലരിയാണ്. അത് ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂറൊന്ന് കാത്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിലാണ് ഈ ഒരു അരി കഴുകിയിട്ട് വെള്ളത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വേഗം രാവിലെ ഇപ്പോൾ അരിയൊക്കെ വെള്ളത്തിടാൻ മറക്കുക, അതല്ലെങ്കിൽ പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ റേഷനരി ഉണ്ടെങ്കിൽ അപ്പോഴേക്കപ്പള വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ പാടന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം അരിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ രാവിലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞ് ജാറിലാണ് അരക്കണത്. ഈ ചോറൊക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ചെറിയ ജാറാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഏകദേശം ഒരു ഗ്ലാസ് അരിയിലേക്ക് 1/2 ഗ്ലാസ് അത്രയ്ക്ക് വെള്ളം നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ചില ജാറ് ഓരോരുത്തരുടെ മിക്സിയുടെ മൂർച്ചത്തിനനുസരിച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂട്ടണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ. പക്ഷേ നമുക്കിത് കുറച്ച് വെള്ളം കൂടി അയച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഞാൻ ആ അരി 2-3 പ്രാവശ്യമാക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു തരിയോട് കൂടിയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, കനമില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കുമ്പോഴേക്കും ഈ ഒരു സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേഗം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പക്ഷെ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചപ്പോഴേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് തക്കാളി. അപ്പോൾ ആ ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള ഒരൊറ്റ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യം ഇതിനുള്ളൂ. ഒരു ലേശം കറിവേപ്പിലയും കൂടെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളി. അപ്പോൾ മല്ലിച്ചപ്പ് ഇപ്പോൾ എല്ലാവരുടെ അടുക്കലും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും തക്കാളി ഇട്ട് അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അത് വേണമെന്നൊന്നുമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മുളകൊന്നും ചേർക്കണ്ട. ലേശം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലൻ്റെ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ചിക്കൻ മസാലൻ്റെ പൗഡർ ഇല്ലാത്തപോലെ കുറച്ച് ഗരം മസാലൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. രുചിക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെതായിട്ടുള്ള രുചി ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറും വേണം. അതുപോലെ തന്നെ ഈ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആവും വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തീ നല്ലോണം കുറച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിട്ട പൊടികളൊക്കെ കരിയാനും അടുക്കി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു നടുഭാഗം ഒന്ന് ഒഴിവാക്കുക. ഒരു നമ്മളെ കയ്യിലോ സ്പാച്ചിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഒരൊറ്റ കോഴിമുട്ട കേട്ടോ. കോഴിമുട്ടൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു കോഴിമുട്ട ഇതിൻ്റെ നടുവിലൊന്ന് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫില്ലിങ്ങിൽ മുഴുവനാകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തും തീയൊന്നും കൂട്ടണ്ട. കാരണം ഇത് ഈ ഒരു കോഴിമുട്ടൻ്റെ നന്നായിട്ട് വേവാൻ പാടില്ല കേട്ടോ. ഒരു ചെറിയൊരു ഗ്രേവിയോട് പോലുള്ള ഒരു ഫില്ലിങ്ങാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് ആ ഒരു സമയത്ത് തന്നെ ഒന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെച്ചു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഒരു 3-4 സ്ലൈഡ്സ് ബ്രെഡ് എടുക്കുക. 3-4 മതിയാവും കേട്ടോ. എന്നാലും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള പണി, നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അരിയുടെ മാവ് അതെടുക്കുക. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത്രയും ഒക്കെ ആയിട്ടും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ അരി അരക്കുന്ന സമയത്ത് കുറേശ്ശെ ഉപ്പിട്ടിട്ട് അരച്ചെടുത്താലും മതിയാവും. ഞാൻ ഏതായാലും ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാണ്ട് ചെയ്യണത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞിക്കയിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നമ്മൾ കറിയൊക്കെ ഇളക്കിയെടുക്കണ കയ്യിലാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഉണ്ടാവും. ഇനി അരിപ്പൊടി ഇല്ലാത്തവർ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഇനി റവ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലത്തെ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൊടി ചേർക്കണത്. അപ്പോൾ നിങ്ങളെ ജാറ് നല്ല തിക്കായിട്ട് അരിഞ്ഞ് കിട്ടും. വെള്ളം ഒരുപാട് വേണ്ട. നല്ല മൂർച്ചുള്ള ജാറൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ഒരു അരിപ്പൊടിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോൾ അത് കുറച്ചൊരു വെള്ളം ഒഴിച്ച് അരച്ചത് കൊണ്ടാണ് ലേശം അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഈ ഒരു അരിപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ടും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നമ്മൾ കുഴച്ച് ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ് ഇട്ടത്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ നമ്മൾ ആ മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് ചെറിയ നമ്മൾ സാധാരണ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലൊരു ബോൾസ് എടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. അപ്പോൾ തന്നെ 4 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ വെക്കുന്ന പ്ലേറ്റ് ആയാലും പാത്രമായാലും ലേശം ഓയിലൊന്ന് തടവിയിട്ട് ചെയ്യട്ടോ. നമ്മളിതിങ്ങനെ കുഴച്ച് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്തും ലേശം ഓയിലൊക്കെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം 4 എണ്ണം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നും വെച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഇതൊന്ന് അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ലേശം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട പരിപാടിയല്ല കേട്ടോ നമ്മൾ ചെയ്യണത്. അതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്കിത് പെട്ടെന്ന് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ആദ്യം കുറച്ച് സമയം ആകുമ്പോഴേക്കും ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കും. ഇനി രണ്ടാമത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കത്തുമ്പോൾ ചട്ടി പുകയണ പോലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഈ ഒരു എണ്ണൻ്റെ സ്മെല്ലൊക്കെ അടിക്കുകയാണ് മൂക്കിൽ നിന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തീ കുറച്ച് വെക്കുക. എന്നാലും ഒരു സൈഡ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാണത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും വേണം. പിന്നെ ഈ ഒരു അരിപ്പൊടിയും അരിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഇത് നന്നായിട്ട് വേവാനും കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരുപാടല്ല, കുറച്ച് സമയം. അപ്പോൾ ഞാൻ അങ്ങനെ മറിച്ചിട്ട് വെക്കുമ്പോൾ രണ്ടാമത്തെ സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യണില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ സാധാരണ പത്തിരിച്ചട്ടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പക്ഷേ പത്തിരിച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2-3-4 ഇടാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഇട്ട് 5 ഇട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. വെറുതെ എല്ലാവർക്കും അറിയാലോ അരി അരച്ച് ചുട്ടാൽ ആ ഒരു പത്തിരിക്കുള്ള രുചിനെ കുറിച്ച്. പക്ഷെ നമ്മളിത് ഒന്നും കൂടെ ഒരു ഷവർമ പോക്കറ്റൊക്കെ കഴിക്കണ അതേ രുചിയിലേക്കാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങിലേക്ക് നമ്മൾ ആ ബ്രെഡ് ഇട്ട് കൊടുത്തു. ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. പിന്നെ ഞാനിതാ ഒരു 3-4 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് ഓപ്ഷനാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പക്ഷേ നിങ്ങൾ കഴിയണതും മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചി കിട്ടുക കേട്ടോ. വേണമെങ്കിൽ ഒരു കോഴിമുട്ട എടുക്കുക, അതിൽ ലേശം
ആ മയോണൈസ് ഉണ്ടാക്കണപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണേ. ഒരു മിക്സഡ് ജാറിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടെടുത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് സുർക്കയും അങ്ങനെയൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന്, അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല കേട്ടോ. കാരണം മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് പല തരത്തിലുള്ളതും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ ചടപ്പിക്കണില്ല, അത് പറഞ്ഞു തന്നിട്ട് എല്ലാവർക്കും അറിയാം മയോണൈസ് ഉണ്ടാക്കണമൊക്കെ. അപ്പോൾ ഏതായാലും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുക്കുക, ചില്ലി സോസ് ഒഴിച്ചെടുക്കുക, സോയാ സോസ് ഒഴിച്ചെടുക്കുക, ഒക്കെ ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു രുചി കൂടെയുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നോർമലി എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഒഴിച്ചെടുക്കണില്ല. ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു രുചി കൂടും. പക്ഷേ സോയാ സോസും ചില്ലി സോസും രസം തന്നെ. സോയാ സോസ് ഒഴിക്കുമ്പോൾ ഒരു കുത്താണ് എനിക്ക്. പക്ഷേ ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒഴിച്ചെടുത്തോളി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കി. ലൈക്ക് ചെയ്യാൻ മറന്നവർ ചുരുക്കമായിരിക്കും. അപ്പോൾ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ലൈക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അരി അരച്ച് ചുട്ടിട്ടുണ്ടാക്കുന്ന ഏതൊരു വിഭവം അടിപൊളി രുചി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇമ്മാതിരി ഒരു ഫില്ലിങ് കൂടായ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മലപ്പുറം ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. രാവിലേക്കോ വൈകുന്നേരമോ ഇനിയിപ്പോൾ ഉച്ചക്കോ രാത്രി എപ്പോൾ വേണമെങ്കിലും കഴിക്കട്ടോ. ചോറിന് പകരമായിട്ടൊക്കെ കഴിക്കുക. ഒരു കറിയൊന്നും ഉണ്ടാക്കണ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നല്ല ചൂട് കട്ടൻ്റെ കൂടൊക്കെ ഉണ്ടല്ലോ, ഇത് കഴിച്ചാൽ ഒന്നും പറയണ്ടാവില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ വൈകുന്നേരത്തിനാണ് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടി. ഉച്ചക്ക് തന്നെ അരി വെള്ളത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു മോഡലിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ റേഷൻ കടയിൽ നിന്ന് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒട്ടും ടേസ്റ്റ് ഇല്ലാതെ ചോറൊന്നും കഴിക്കാൻ മടി തോന്നുന്ന അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.